4ാം ക്ലാസ് തൊട്ട് തുടങ്ങിയതാണ്. തുടങ്ങിയൊരു 10-12 വർഷം വരെയൊക്കെ വളർത്തിയിട്ട് നിർത്തിയിട്ട് പിന്നീട് മാരേജൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഒരു 13 വർഷമാവും ഇപ്പം വീണ്ടും കൂട് വെച്ച് പിന്നെ തുടങ്ങിയതാണ്. മറ്റു ഫ്രണ്ട്സിൻ്റെ വീട്ടിലൊക്കെ പലയിടത്തും വെച്ചിലൊക്കെ പോയി പുറത്ത് അക്വേറിയം ബേസുകളിലൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് അതിനോട്, കാരണം ഇത് പ്രാവിനോട് വലിയ അറ്റാച്ച്മെൻ്റ് ഉണ്ടായി. ബേഡ്സിൽ ഏറ്റവും കൂടുതൽ നമ്മൾ അറ്റാച്ച്മെൻ്റ് ഉണ്ടാകുന്നത് പ്രാവിലാണ്. ഏത് വളർത്തുന്നതിലും നമുക്ക് കൂടുതൽ തുറന്നു വിട്ട് തിരിച്ചു വരുന്ന ഒരു പ്രാണി ആയതുകൊണ്ട് അതിലോട്ടാണ് വന്നത്. നമ്മൾ അക്വേറിയം ബേസ് തന്നെയാണ്, കാരണം അവിടെ നിന്നാണ്, കാരണം വീടുകളിലൊന്നും വലുതായിട്ട് അങ്ങനെ ആദ്യം പോയത്. അക്വേറിയം നിന്ന് എടുത്തുകൊണ്ട് വന്നതിന് ശേഷമാണ് പിന്നെ മറ്റു കൂട്ടുകാരുടെ അടുത്തൊക്കെ പോയത്. കൂട്ടുകാരെന്ന് പറഞ്ഞാൽ കൂടെ പഠിച്ച് മുമ്പ് വളർത്തിയ ഒരു പയ്യനൊക്കെ ഉണ്ടായിരുന്നു അവർ കൊച്ചിലേക്ക്. അപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്നു. എവിടെ ഈ പ്രാവിനെ സംബന്ധിച്ച് നമ്മൾ എവിടെയാണെങ്കിലും കൊച്ചും പ്രായത്തിലും പലയിടത്തും പോവും, എവിടെ വേണമെങ്കിലും പോവും. അങ്ങനെ പറവയോട് താല്പര്യമുള്ളതുകൊണ്ട് ഫാൻസി ഒന്നും അല്ല പണ്ടേ വളർത്തി തുടങ്ങിയത്, പറവപ്രാവ് തന്നെയാണ് വളർത്തി തുടങ്ങിയത്. അപ്പോൾ അധികരമായി അങ്ങനെ ആരുടെയും ട്രെയിനിങ് നമുക്ക് ആ ഒരു ഇന്ന ആശാനൊന്നും അങ്ങനെ ആരും പറയാനില്ല. നമ്മളുടെ വളർത്തി അതിനെ കണ്ടു അതിൻ്റെ രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസേ ഉള്ളൂ. ഒരു കോമ്പറ്റീഷനാണ് പങ്കെടുത്തത്. അത് രണ്ട് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. 2 പേര് കൊടുത്തു. അതിൽ ഒരെണ്ണത്തിൽ ചാൻസായി, 2ാമത്തേൽ പ്രൈസ് വന്നു. ആ വർഷം ശ്രീകാര്യം മജീദ് മെമ്മോറിയൽ പ്രൈസാണ്, 2nd പ്രൈസ് ഉണ്ടായിരുന്നു. വളരെ നല്ല രീതിയിൽ പറവ ഉണ്ടായിരുന്നു. എനിക്ക് ആ പറഞ്ഞ രീതി അനുസരിച്ച് 10-18 മണിക്കൂർ അടുപ്പിച്ച് എൻ്റെ പറന്നു പ്രാവ്. പക്ഷേ എനിക്ക് റിസൾട്ട് കിട്ടിയത് 13:39 ടൈം കിട്ടിയത്. ബാറ്റ്സുകൾ ഒരുപാട് ഇനം എൻ്റെ എല്ലാം ഉണ്ട്. കാരണം ഇന്ന ഒരു ഐറ്റം എന്നല്ല, പല ഐറ്റത്തിലും നമ്മളതിൽ പല വർഗ്ഗത്തിലുള്ള ഇത് സബ്ജോഴിയും സുറുമൊഴിയും അങ്ങനെയുള്ള എല്ലാം വർഗ്ഗങ്ങളൊക്കെ ഉണ്ട്. തീറ്റ എന്ന് പറയുന്നത് നമ്മൾ പറവപ്രാവിനായിട്ട് കൊടുക്കുന്ന ട്രെയിനിങ് സമയത്ത് അല്ലാതെ കൊടുക്കുന്നതാണ്. അല്ലാതെ നമ്മൾ സാധാരണ നോർമലി കമ്പും മില്ലും കൂരവ്, മുത്തുച്ചോളം, ഗോതമ്പിൻ്റെ അളവ് കുറച്ച് കൊടുക്കും. കടല, പയർ അങ്ങനെയുള്ള ധാന്യങ്ങളൊക്കെയാണ് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഈ ട്രെയിനിങ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് അതിൻ്റേതായ ചിട്ടയായിട്ടുള്ള തീറ്റകൾ കൊടുത്തു തുടങ്ങുന്നത്. അതിൻ്റെ ചിട്ടയുള്ള പറവ ട്രെയിനിങ് ചെയ്യുന്നത്. സാധാരണ നമ്മളുടെ ഓരോരുത്തരും ഓരോ രീതിയിലാണ് ചെയ്യുന്നത്. അവരുടേതായ ചിലവർ പറഞ്ഞു കൊടുക്കുന്നതായിരിക്കാം. എനിക്ക് കാരണം പ്രാവ് പറത്തുന്നുണ്ടായിരുന്നു. എനിക്കൊരു ടൈം ഒരു 10 മണിക്കൂറൊക്കെ പറന്നുകൊണ്ടിരുന്ന സമയമാണ്. പിന്നെ പ്രാവ് പറക്കും. അങ്ങനെ പന്തായത്തിനായിട്ട് ചേർന്നിട്ടില്ല. ആ ടൈമിൽ പന്തായം പറന്ന ടൈമിൽ എനിക്ക് മുടവമോൾ രാജേഷ് എന്ന് പറയുന്ന കണ്ണനെന്നും അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് പറവയ്ക്ക് കുറച്ച് ടിപ്സുകളെല്ലാം കൂടെ എനിക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രചോദനം കൂടെ ഉണ്ടാണ് ഞാൻ ആ വർഷം പന്തായത്തിന് പേര് കൊടുത്ത്, വർഷങ്ങളായിട്ട് വളർത്തിയിട്ടും പേരൊന്നും കൊടുത്തിട്ടില്ല. ഓരോ വർഷം കഴിഞ്ഞ് കൊടുക്കാം എന്നുള്ള രീതിയിൽ നിന്നു. പിന്നെ ആ വർഷം പേര് കൊടുത്തു. പക്ഷേ ആ വർഷം തന്നെ 2 പറവയിൽ പേര് കൊടുത്തതിൽ ഒരെണ്ണത്തിൽ പ്രൈസ് അടിക്കുകയും ചെയ്തു. എനിക്കിങ്ങനെ ഇന്നതാണ് എന്നുള്ള രീതിയിലല്ല, കണ്ണ്, ചുണ്ട്, തമര്, തിരി അങ്ങനെയുള്ള എല്ലാം നോക്കുന്നതാണ്. ഓരോരുത്തരും നമ്മൾ കയ്യിൽ വന്ന് അതിൻ്റെ വെച്ചുള്ള ക്വാളിറ്റി വെച്ച് പറന്നു അതിൻ്റെ റിസൾട്ട് അനുസരിച്ച് നോക്കിയാണ് കൂടുതലും എനിക്കുള്ള അറിവ്. ഒരുവിധം നമ്മളെ എക്സ്പീരിയൻസ് ഓട്ടോമാറ്റിക് വന്ന് ഒരുവിധം നമ്മളെ പറന്നും അതിൻ്റെ കാരണം എൻ്റെ കൂടുതലും എൻ്റെ ഒരു ഇഷ്ടമെന്ന് പറഞ്ഞാൽ ഞാൻ വെളിയിൽ നിന്ന് കൊണ്ടുവന്ന് പ്രാവുകളെ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് പറത്തിയല്ല. ഞാൻ വെളിയിൽ നിന്ന് വലിയ പ്രാവുകളെ എടുത്ത് എൻ്റെ കൊണ്ടുവന്ന് ഞാൻ ബ്രീഡ് ചെയ്ത് ആ കുഞ്ഞുങ്ങളെയാണ് ഞാൻ പറത്തുന്നത്. വെളിയിൽ നിന്ന് ഒരിക്കലും ഞാൻ ഒരു കുഞ്ഞ് കൊണ്ടുവന്ന് വെളിയിൽ നിന്ന് ഇവിടെ പറത്താറില്ല. വെളിയിൽ നിന്ന് കൊണ്ടുവന്ന വലിയ പ്രാവുകളെ കൊണ്ടുവന്ന് ഞാൻ ജോഡി സെറ്റ് ചെയ്ത് അതിൽ നിന്ന് കുഞ്ഞുങ്ങളെടുത്ത് അതിൻ്റെ റിസൾട്ട് നോക്കിയാണ് എനിക്ക് ടൈം കിട്ടിയതും അത് തന്നെയാണ്. ഇതിലിവിടെ കിടക്കുന്ന ഒരു 90% പ്രാവിൻ്റെയും കുഞ്ഞുങ്ങൾ ഞാൻ ഇവിടെ പറത്തി റിസൾട്ട് ഒരു 10-15 മണിക്കൂറിനകത്തൊക്കെ പറത്തിയിട്ടുണ്ട്. പക്ഷേ അത് റിസൾട്ട് പന്തായത്തിന് വിട്ടത് ഇങ്ങനെയാണ്. ഇപ്പം ഇവിടെ കൂടുതലും പന്തായം ഈ ഏരിയയിലുള്ള മിക്കവർക്കും ചെറിയൊരു ഉദാഹരണം വെച്ചാൽ വൈലിയടി എന്നുള്ളൊരു സംഭവമുണ്ട്. ഇവിടെ ഒരു രക്ഷയില്ലാത്ത ഏരിയയാണ്. ഒരു 3 നില, കാരണം പന്തായം പറത്തിയിട്ട് ഞാനിപ്പം 2016 ഞാൻ പറത്തിയത്. അത് കഴിഞ്ഞ് 2-3 വർഷം ഫാമിലിപരമായുള്ള കുറച്ച് തിരക്കും കാര്യങ്ങളായതുകൊണ്ട് വിടാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് വിട്ടുവിടാൻ നമ്മൾ ഈ വൈലി എന്ന് പറഞ്ഞ സാധനം ഒരു രക്ഷയില്ല. കാരണം ഈ ഏരിയയിലുള്ള മിക്ക കൂടുകൾക്കും അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ടൈമുകൾ പ്രാവുകൾ ഇഷ്ടം പോലെ അവരുടെ കയ്യിലും ഉണ്ട്. പക്ഷേ പറത്തുന്ന കാര്യങ്ങളിൽ പറത്തി കഴിയുമ്പോൾ പകൽ ഈ വൈലി കൊണ്ടുപോകുന്ന കാരണം പ്രാവ് പിടി എന്ന് പറയുന്ന സാധനമാണ്. എറിമുള്ളല്ല, എറിമുള്ളിനെ പോലെ തന്നെയാണ് അതിൻ്റെ വലിയ സൈസ്. എന്നാൽ പരന്നിൻ്റെ സൈസും അല്ല, ചെറുത്. നമ്മൾ ഒരു ജെൻസിലുള്ള നമ്മൾ ഒരേ വർഗ്ഗം ബ്ലഡ് ലൈനേജ് ഒരു ലൈനേജിൽ നിന്ന് ചേർക്കാതെ നമ്മൾ വേറെ ലൈനേജ്, ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു ലൈനേജ് എനിക്ക് ഇഷ്ടപ്പെട്ട എവിടെ മെയിലുണ്ടെങ്കിൽ അതിൽ നിന്ന് വേറെ എവിടെയെങ്കിലും ഒരു പെൺപ്രാവ് നമുക്ക് അതിന് സൂട്ടബിളായെന്ന് നമുക്ക് ഒരു മനസ്സിന് തോന്നുന്ന ഒരു കാഴ്ചയിലും അതിൻ്റെ തിരിയും കാര്യങ്ങളൊക്കെ നോക്കി അതിൻ്റെ നമ്മളൊരു മനസ്സിൻ്റെ അറിയാമെന്നുള്ള ഐഡിയ വെച്ച് എടുത്തുകൊണ്ടുവന്ന് ചേർക്കും. അപ്പോൾ 1-2 പേടകൾ ചേർക്കുമ്പോൾ നമ്മൾ ഏതെങ്കിലും അതിൽ സൂട്ടബിളായി വരാറുണ്ട്. 90% നമുക്ക് അങ്ങനെ കിട്ടാറുണ്ട്. സബ്ജ, സുറുമ, റക്കി കറുപ്പ്, വലിക്കറുപ്പ്,
പിന്നെ ജാക്ക് പുള്ളി, സബ്ജ പുള്ളി, ഇങ്ങനെയുള്ള വർഗ്ഗങ്ങളെല്ലാം ഏകദേശമുള്ള വർഗ്ഗങ്ങൾ, ചാമ്പ വഴി, കത്തങ്ങ വർഗ്ഗം, അങ്ങനെയുള്ള ഏകദേശമുള്ള വർഗ്ഗങ്ങൾ എൻ്റെ ഉണ്ട്. കാരണം എണ്ണം കൂടുതലാണ് എൻ്റെ കയ്യിൽ. കാരണം 10-250 ബേഡ്സിനകത്ത് വരുന്നതുകൊണ്ട് പല വർഗ്ഗത്തിലും ഉണ്ട്. നമുക്ക് ഈ മൂക്കുപുറ്റു വംശം വർഗ്ഗം പ്രാവിനോടാണ് എനിക്ക് കൂടുതൽ ക്രേസ്. പണ്ട് തൊട്ടേ ഞാനത് കൂടുതലും സെലക്ട് ചെയ്തത്. മറ്റു പ്രാവ് എൻ്റെ കയ്യിലുണ്ട് എങ്കിൽ പോലും എനിക്ക് കൂടുതൽ ഇഷ്ടം മൂക്കുപുറ്റു പ്രാവിനോടാണ് താല്പര്യം. അത് പണ്ട് തൊട്ടേ നമ്മൾ അറിയാവുന്ന പല ഫ്രണ്ട്സിനും അറിയാം, പുള്ളിക്കാരന് മൂക്കുപുറ്റു ഒരു പ്രാവ് എന്ന് പറഞ്ഞാൽ ഇച്ചിരി ക്രേസ് കൂടുതലാണെന്ന്. ഈ ഇത് 2-3 രീതിയിൽ. കാരണം ഒന്ന്, പ്രായം കൂടുന്ന രീതിയിൽ മൂക്കുപുറ്റു വരുന്ന വംശമാണ് ഇത്. അല്ലാതെ കുഞ്ഞിൽ വരുന്ന ടൈപ്പിൽ മൂക്കുപുറ്റു വംശം ഉള്ള ടൈപ്പാണ് ഇത്. പ്രായം ആവുന്നതനുസരിച്ച് ഇപ്പോൾ എൻ്റെ തന്നെ ഇതിപ്പോൾ 7 വയസ്സായി ആണ്. ഇത് പന്തായം പറഞ്ഞ ആളാണ്. അപ്പം ഇതിനി കൂടുന്നതോ അനുസരിച്ച് മൂക്കുപുറ്റായിട്ട് വരുന്ന വർഗ്ഗം ഉണ്ട്. അപ്പോൾ അതിനോടാണ് എനിക്ക് കൂടുതൽ വലിയ താല്പര്യം. പണ്ട് തൊട്ടേ ഇഷ്ടവും ക്രൈസ് കൂടുതൽ. കാരണം ഇതിൽ തന്നെ പലതും നമ്മൾ നോക്കി പിടിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നോക്കാറുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, ഈ മൂക്കുപുറ്റ് റോമർ ക്രോസ് ചെയ്ത് വരുന്ന, റൈസിങ് റോമറും അങ്ങനെയുള്ള റോമർ ക്രോസ് ചെയ്ത് വരുന്ന പ്രാബ്ലം ഉണ്ട്. അപ്പോൾ അത് നോക്കി സെലക്ട് ചെയ്ത് പിടിക്കണം എന്നേ ഉള്ളൂ. കാരണം ഇത്രയും വർഷമായിട്ട് ഇങ്ങനെ പിടിക്കുന്നതുകൊണ്ട് ഒരു 90% നമുക്ക് തെറ്റാത്ത പ്രാബ്ലം നമ്മൾ പിടിക്കുന്നുണ്ട്. ഹാപ്പിയാണ്. കാരണം ഞാൻ മിക്കവാറും വൈകിട്ട് ഒരു 7 മണി കഴിഞ്ഞാണ് ഞാൻ തീറ്റ കൊടുക്കാൻ കൂട്ടിക്കയറണം. ഞാനൊരു 10-12 മണി വരെ ഇരുന്ന് തീറ്റ, അത്രയും മെനക്കേടുണ്ട് ഇവിടെ മൊത്തം തീറ്റ കൊടുത്ത്. അത് പറയുമ്പോൾ ഡെയിലി ഒരിടത്ത് മാറി നിൽക്കാനോ അങ്ങനെയുള്ളത് പറ്റത്തില്ല. എന്തായാലും രാവിലെയുള്ള പ്രോഗ്രാം കഴിഞ്ഞാൽ വൈകിട്ടിനകത്ത് വന്ന് വൈകിട്ട് തീറ്റ കൊടുക്കാൻ കയറും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്ത രീതിയിലുള്ളൊരു അടുപ്പ് ഇതിനകത്തുണ്ട്. കൈത്തീറ്റി എടുത്താണ്. കാരണം ഒരു അരപ്പരുവം വരെ നമ്മൾ നെയ്യ് കക്കിയൊക്കെ വരുന്ന, അതായത് പാലെന്ന് പറയുന്ന സാധനം പ്രാവിനുണ്ടാവുന്നതാണ്. അപ്പോൾ അത് കക്കി വരുന്ന തള്ളയുടെ ഇത് വരും. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച്, കാരണം 2 കുഞ്ഞൊക്കെ ഇരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കും. കുഞ്ഞുങ്ങൾ റെഡിയായി വരാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യും. കാരണം ചില തള്ളയും തന്തയ്ക്ക് അത്രയും ഒരു ഇത് വരത്തില്ല, ആരോഗ്യം വരത്തില്ല. അപ്പോൾ അതിനുള്ള ഫീഡ് ചെയ്തുകൊണ്ട് വൈറ്റമിനൊക്കെ ഫീഡ് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മളും കൂടെ കൈത്തീറ്റി സപ്പോർട്ട് ചെയ്ത് കൊടുക്കും. നമ്മളൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഒരു റിലീഫായിരിക്കും. മറ്റെല്ലാ ടെൻഷനും വിട്ടാണ് നമ്മൾ ഇതിനകത്ത് വന്ന് എൻഗേജഡായിട്ട് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ അടുത്തുള്ളൊരു ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് നമുക്കത് ആ ടൈം പോകുന്ന അറിയത്തില്ല. കാരണം മിക്കവാറും കൂടിപ്പോയി ഒരു 3 മണിക്കൂറായിരിക്കും ചിലപ്പോൾ നമുക്കത് തീറ്റി കൊടുത്ത് തീരാനുള്ള ടൈം. പക്ഷേ എങ്കിലും നമ്മൾ നിന്ന് ഇറങ്ങി വരുമ്പോഴത്തേക്കും വൈകിട്ട് 7 മണിയോ 6 മണിയോ കഴിഞ്ഞാൽ രാത്രി 12 മണി 1 മണിയൊക്കെ കഴിയും ചിലപ്പോൾ ഇറങ്ങി പോകാൻ. കാരണം അത്രത്തോളം അറ്റാച്ച്മെൻ്റ് ആയിട്ട് അത് ഓരോന്നും നോക്കി ഒക്കെ നിന്ന് വരുമ്പോഴത്തേക്കും സമയം പോകുന്നത് അറിയത്തില്ല. ഇത് കുഞ്ഞുങ്ങൾ നമ്മൾ ഓരോന്നും ഓട്ടിച്ച് വന്ന് ആ ടൈമിൽ ഓടി വന്നതാണ്. കാരണം അപ്പോഴാ പൊടി കുഞ്ഞുങ്ങളായിരുന്നു. അപ്പോൾ ആയിട്ട് കുഞ്ഞുങ്ങൾ ഓടി വന്നതായിരുന്നു. ആ ഓടി വന്നതിൽ ഇമ്പ്രൂവ് കാണിച്ചതിനെ മാത്രം സെലക്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകും. കാരണം ആ ടൈമിൽ പന്തായത്തിൻ്റെ ഡേറ്റ് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് വേറെ പരീക്ഷണത്തിനായിട്ട് പലതും കൊണ്ടുവരാൻ പറ്റില്ല. ഒരു 5-6 എണ്ണം ഓട്ടിച്ച് വരുന്നതിൽ നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഏതാണ് വരുന്നത്, അതിൽ നിന്ന് സെലക്ട് ചെയ്താണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ആ കൊണ്ടുവന്ന് നമുക്ക് 100-90% റിസൾട്ട് കിട്ടിക്കഴിയുമ്പോൾ ആ ജോഡി ഏതാണ് അത് നമ്മൾ സെറ്റായിട്ട് കിട്ടിയെന്നുള്ളതാണ് കൂടുതൽ വരുന്നത്. അങ്ങനെയാണ് ആ ജോഡി സെറ്റ് നമുക്ക് കൂടുതലും എൻ്റെ രീതിയിൽ കുഞ്ഞെടുത്ത് നോക്കി ആ കുഞ്ഞുങ്ങൾ റിസൾട്ട് ഉണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള ടൈം ഓടി വരികയും അതിനുള്ള ക്വാളിറ്റി കാണിക്കുകയും മാറിപ്പിടിക്കാതെയും അങ്ങനെയൊക്കെ ഉള്ളൊരു നമ്മളെ മോട്ടിൽ തന്നെ ചവിട്ടുകയും അങ്ങനെയുള്ള ക്വാളിറ്റികൾ കാണിക്കുമ്പോൾ നമുക്കത് സെലക്റ്റായി ആ ജോഡി സെറ്റ് ചെയ്യും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വീണ്ടും എടുക്കാം. അത് എല്ലാ കുഞ്ഞുങ്ങളും അതുപോലെ കിട്ടണമെന്നില്ല. അപ്പോൾ നമുക്ക് 2-3 വിരിപ്പ് കുഞ്ഞുങ്ങൾ എടുത്ത് വരുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ എല്ലാ കുഞ്ഞുങ്ങളുമാണ് എങ്ങനെയുള്ളതാണ്, അതിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണെന്ന് മനസ്സിലാക്കി വരുന്നത്. അത് ഓരോ ക്ലബ്ബുകാരും നമ്മൾ ടൂർണമെൻറ്റ് പേര് കൊടുക്കുന്ന ഓരോ ക്ലബിനും അവരുടേതായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അപ്പോൾ ആ റൂൾസ് അനുസരിച്ചായിരിക്കും അമ്പയർ വന്ന് നിൽക്കുന്നത്. അപ്പോൾ അവരുടെ റൂൾ അനുസരിച്ച് നമ്മൾ പ്രാവ് ടൈം ചിലപ്പോൾ ചില ഇപ്പോഴത്തെ ഒരുപാട് റൂളുകൾ വ്യത്യാസമുണ്ട്. ചിലർ 20 മിനിറ്റിനകത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്, അരമണിക്കൂറിനകത്ത് കാണിക്കുന്നുണ്ട്, 40. ചിലത് വെട്ടിട്ട് കഴിഞ്ഞാൽ ഇറങ്ങുന്ന ടൈം, അത് വെട്ടിട്ട ടൈം മാത്രമേ കൂട്ടത്തുള്ളൂ. അതിന് മുമ്പ് 2 മണിക്കൂറിനകത്ത് ഇറങ്ങണം. ചില റൂളിൽ വരുമ്പോൾ വെട്ടിട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ല, ഇറങ്ങുന്ന ടൈം മാത്രം കൂട്ടും. അങ്ങനെയുള്ള ഓരോ റൂളും ഉണ്ട്. ഞാനിപ്പോൾ ഒരു ക്ലബ്ബിൽ ഉള്ളതാണ്, വിക്ടറി ഫ്ലയേഴ്സ് എന്ന് പറഞ്ഞൊരു ക്ലബ്ബിൽ ഇപ്പം ഭാരവാഹിയാണ് എന്ന് പറയാം. നമുക്ക് ജീവിതമല്ലേ, കാരണം കുടുംബങ്ങൾ പോകുമ്പോഴത്തേക്കും നമുക്ക് മാക്സിമം കുടുംബത്തിനാണ് പ്രിഫറൻസ് കൂടുതൽ കൊടുക്കുന്നത്. അതിന് മുന്നോടിയായി അതിൻ്റെ കൂട്ടത്തിൽ നമ്മളെ കൂടെ കൊണ്ടുപോകുന്ന ഒരു രീതിയിൽ വേറെ ശല്യങ്ങളൊന്നും ഇല്ലാതെ കൊണ്ടുപോകുന്നൊരു കാര്യമാണ് ഇത്. സന്തോഷമാണ് നമുക്ക്. കാരണം വേറെ കൂട്ടമോ അങ്ങനെയുള്ളതൊന്നുമില്ല. നമ്മളെ വീട്ടിൽ നിന്ന് സന്ധ്യ കഴിഞ്ഞാൽ നമുക്ക് ഈ തീറ്റി കൊടുക്കുന്നതെന്ന് വെളിയിലോട്ടോ വേറെ കാര്യത്തിനോട്ട് പോയി ഇരിക്കാൻ പറ്റത്തില്ല. നമ്മളുടെ അത്യാവശ്യമുള്ള കൂട്ടുകെട്ടും കാര്യങ്ങളും ആയിരിക്കും. നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളെ ഇത് സമയം തന്നെ ഉണ്ട്. ടൈം ഇത്ര എടുക്കുന്നതുകൊണ്ട് നമ്മൾ വേറെ ഇടത്തും പോയി സ്പെൻഡ് ചെയ്യാൻ നിൽക്കത്തില്ല. ഇതിനകത്ത് വന്ന് നിൽക്കും.